മരുമകന്റെ ആക്രമണത്തിൽ ഭാര്യാപിതാവിനും മാതാവിനും ഗുരുതര പരിക്ക്. പാലക്കാട് പിരായിരി ഇന്ദിരാനഗറിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പിരായിരി ഇന്ദിരാനഗറിൽ താമസിക്കുന്ന ടെറി, ഭാര്യ മോളി എന്നിവർക്കാണ് മരുമകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഭാര്യയുടെ മാതാപിതാക്കളെ മരുമകൻ റിനോയ് വീടിനുള്ളിൽ പൂട്ടിയിട്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഭാര്യ രേഷ്മയുമായി റിനോയ് അകന്നു കഴിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസും നിലവിലുണ്ട്. 14 വയസ്സുകാരനായ മകനൊപ്പം എത്തിയാണ് റിനോയ് ആക്രമണം നടത്തിയത്. ഭാര്യ രേഷ്മയെ തന്നിൽ നിന്നും അകറ്റി നിർത്തിയത് മാതാപിതാക്കളാണെന്ന് ആരോപിച്ചാണ് ആക്രമണം നടത്തിയത്. ഇവരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഞാൻ ഇവിടെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങിയപ്പം അവിടെ അപ്പച്ചൻ്റെ എന്നൊരു ശബ്ദം കേട്ടു. സാധാരണ അപ്പച്ചന് സ്ട്രോക്ക് വന്നിട്ട് ഒരു വശം തളർന്നതാണ്. സാധാരണ അങ്ങനെയാണ് അപ്പച്ചൻ പുറയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ ഞാൻ കയറിപ്പോയി. 12:30 കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഞാൻ കതവ് തുറന്നപ്പോൾ വീണ്ടും അതേ ശബ്ദം അങ്ങനെ കേൾക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എന്താ അഞ്ചാ, ഞാൻ എന്ത് വിചാരിച്ചു അറ്റാക്കോ മറ്റോ ആണോ, പിന്നെ അപ്പച്ചന് വയ്യാന്ന് തോന്നുന്നു, ഞാൻ ഓടിപ്പോയി നോക്കിയിട്ട് വരട്ടെന്ന് പറഞ്ഞ് ഞാൻ ജനലിൽ കൂടെ വേഗം പോയി നോക്കുമ്പോഴത്തേ ടീച്ചറെ പിന്നെ മരുമോൻ വന്ന് വെട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. കയ്യിൽ അയാളുടെ അപ്പച്ചൻ്റെ കയ്യിലൊരു വെട്ടുണ്ട്. മോളി ചേച്ചിക്ക് എവിടെ വെട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം മുഴുവനും ചോരയില്ല ഞാൻ കണ്ടത്. ഞാൻ കതവ് ഇങ്ങനെ തുറക്കാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ പറ്റില്ല, പുറയിലും പൂട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വെള്ളം വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വേഗം അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പോലീസിനെ വിളിച്ചു. പിന്നെ പള്ളിയിൽ ആരാണ്ടൊക്കെ അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള നമ്പറിലൊക്കെ എനിക്ക് അവരുടെ അറിയാവുന്നവരൊക്കെ ഞാൻ വിളിച്ചു. പോലീസിനെ വിളിച്ചു. പിന്നെ ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തു. ഒരു കുപ്പിയിൽ ഒരു ഗ്ലാസ്സിലും വെള്ളം കൊണ്ട് കൊടുത്തു. അപ്പോൾ കുടിക്കുക പറഞ്ഞു. അപ്പോൾ കുടിക്കാൻ പറ്റുന്നുണ്ട്. മോളി ചേച്ചി ഇങ്ങനെ ഇതും പറയുകയും ചെയ്യുന്നുണ്ട്. ബ്ലഡ് കുറേ പോയിട്ടുണ്ടാവുമായിരിക്കും. എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർ വന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസ് വന്നു. മകളും പോലീസിനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മകളും വന്നു, പോലീസ് വന്നു. പിന്നെ പള്ളിയിൽ നിന്ന് ആരൊക്കെ വന്നു, ആംബുലൻസൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ചോരയിൽ കുടുംബ പ്രശ്നം എന്തോ ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ നല്ല ഫാമിലിയാണ്. ഒരു കച്ചടയോ ഒന്നുമില്ലാത്ത ഒച്ചയും ബഹളവും ഒന്നുമില്ല. ഞങ്ങൾക്ക് നല്ലൊരു അയൽപക്കമാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട റിനോയ്ക്കായി പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. UTV ന്യൂസ്, പാലക്കാട്.